പ്രഖ്യാപനം നടക്കുമ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ബാരിക്കേഡ് എനിക്ക് തോന്നുന്നു റോഷി നമ്മുടെ ക്യാമറ മറുഭാഗത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെ ഈ രാജ്ഭവനിലേക്ക് ബാരിക്കേഡ് മറികടന്നെത്തിയ പ്രവർത്തകരുമായിട്ട് ഉന്തും തള്ളുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ദൃശ്യങ്ങൾ, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങളാണ്. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ പോലീസുമായിട്ട് നേരിയ ഉന്തും തള്ളും. വീണ്ടും സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് രാജ്ഭവൻ കോമ്പൗണ്ടിലുള്ളത്. VC-യുടെ ചട്ടവിരുദ്ധമായ ഒരു ഉത്തരവ്, VC അങ്ങനെ ഒരു ഉത്തരവിറക്കി മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ പേരിൽ തലസ്ഥാനം സംഘർഷഭരിതമാകുന്നു. DYFIയും SFIയും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു. ആ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ DYFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവന്റെ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസുമായിട്ട് നേരിയ സംഘർഷം. ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് ബാരിക്കേഡിനുള്ളിൽ ചാടിക്കേറിയ DYFI പ്രവർത്തകരും, മറുഭാഗത്ത് ബാരിക്കേഡിന് പുറത്തുള്ള DYFI പ്രവർത്തകരും. ഗവർണർക്കെതിരെ, ഗവർണറിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന VC-ക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്ഭവനിൽ കാണുന്നത്. താൽക്കാലിക VC-ആയി കേരള സർവകലാശാലയുടെ അക്കാദമിക് അന്തരീക്ഷത്തെ കുളം തോണ്ടുന്നു ഈ VC എന്നതാണ് SFIയുടെയും DYFIയുടെയും അവിടെയുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും പ്രധാനപ്പെട്ട പരാതി. അങ്ങനെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒരു VC ഉപയോഗിച്ചുകൊണ്ട് തകർക്കാനുള്ള ശ്രമം എന്ന മട്ടിലാണ് DYFIയും SFIയും ഈ നിലപാടിനെ കാണുന്നത്. ഇപ്പോൾ രജിസ്ട്രാറെ ചട്ടവിരുദ്ധമായി സസ്പെൻഡ് ചെയ്ത നിലപാടിൽ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് DYFI SFI പ്രവർത്തകർ രാജ്ഭവൻ വളപ്പിനുള്ളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ DYFI പ്രവർത്തകർ വീണ്ടും തടിച്ചുകൂടുന്നു. വീണ്ടും പോലീസ് അവിടെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. വീണ്ടും അവിടെ നേരിയ സംഘർഷാവസ്ഥയുണ്ട്. റോഷി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ബാരിക്കേഡ് മറികടന്ന് വന്ന ഈ DYFI പ്രവർത്തകരും ഒപ്പം പോലീസും തമ്മിൽ നേരിയ തരത്തിലുള്ള ഉന്തും തള്ളുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സംഘർഷത്തിനായില്ലല്ലോ അല്ലേ ഇപ്പോഴും? അരുൺകുമാർ, സംഘർഷത്തിന് അയവില്ല. ആ കാണുന്ന ദൃശ്യങ്ങൾ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ബാരിക്കേഡ് മറികടന്നെത്തിയ DYFI പ്രവർത്തകരാണ്. തുടക്കത്തിൽ തന്നെ അവർ ബാരിക്കേഡിന് മുകളിലൂടെ അപ്പുറത്തേക്ക് എത്തി രാജ്ഭവൻ പരിസരത്തേക്ക് പ്രതിഷേധിക്കാനുള്ള ലക്ഷ്യമിട്ട് തന്നെയാണ് അപ്പുറത്തേക്ക് ചാടിയത്. പക്ഷേ അവിടെ പോലീസുകാർ അവരെ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെയാണ് ആ ഉന്തും തള്ളും നടക്കുന്നത് DYFI പ്രവർത്തകരും പോലീസുമായുള്ളത്. മറുത്ത് ഇപ്പോഴും ബാരിക്കേഡിന് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് പ്രവർത്തകർ. ഇടയ്ക്കിടയ്ക്ക് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം DYFI പ്രവർത്തകരുടെ ഭാഗത്ത് ഇപ്പുറത്തുമുണ്ട്. ശക്തമായ പ്രതിഷേധമാണ്. പ്രതിഷേധ മാർച്ച് ഇവിടെ എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തിയതാണ്. ഏതെങ്കിലും തരത്തിൽ